ഉപ്പ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടല്ലോ, നമ്മൾ പൊതുവെ ഉമ്മാനെ കുറിച്ച് പറയുമ്പം നമ്മളെല്ലാരും പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഉപ്പ. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഉമ്മ നമ്മളെ 9 മാസമാണ് വയറ്റിൽ ചുമന്നതെങ്കിൽ നമ്മുടെ വാപ്പ നമ്മളെ മരണം വരെ നമ്മുടെ വാപ്പ നമ്മളെ പോറ്റുക. ഒരു കണക്കിന് നമുക്ക് നോക്കുമ്പം ഉമ്മ നമ്മുടെ കൂടെ വീട്ടിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഉമ്മയായിട്ടായിരിക്കും അടുപ്പം. പക്ഷെ ആ സമയത്ത് നമ്മുടെ വാപ്പ നമുക്ക് വേണ്ടി നമ്മൾ പട്ടിണി ഇരിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയിലാണ് വാപ്പ നമ്മളിന്ന് വിട്ടുപോകുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന വാപ്പ നമ്മളോട് അടുക്കുന്നില്ല, സ്നേഹമില്ല എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ വീട്ടിലുള്ള സമയത്താണെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഭക്ഷണ സമയം ഇന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഭക്ഷണ സമയം ചിലപ്പോൾ ഉച്ചഭക്ഷണം ചിലപ്പോൾ 1 മണി എന്നുള്ള 1:30 2 മണിയാവും, 3 മണിയൊക്കെ ആയി പോയേക്കാം. പക്ഷെ നിങ്ങളൊന്ന് നിങ്ങളുടെ ഉപ്പയുടെ കൂടെ ഒന്ന് പോയി നോക്കണം. കറക്റ്റ് ഭക്ഷണത്തിന്റെ സമയമാകുമ്പോൾ ഉപ്പ കഴിപ്പിച്ചിരിക്കും ഭക്ഷണം. ഉപ്പ ഒറ്റയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കൂല. ഉപ്പ വീട്ടിൽ കയറി വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. വീട്ടിൽ കയറി വരുമ്പോൾ ഉപ്പ ആദ്യം പറഞ്ഞ് പെട്ടെന്ന് ഭക്ഷണം എടുക്കാനായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മൾ വാപ്പയുടെ കൂടെ പോവാണെങ്കിലുണ്ടല്ലോ, അപ്പൊ ഒരു സമയം പോലും നമ്മളെ പട്ടിണി ഇരുത്തൂല. സമയം ഒന്ന് താമസിപ്പിക്കു പോലും ഇല്ല. അങ്ങനെയാ. കാരണം ഉപ്പാക്കറിയാം എൻ്റെ മകന്റെ വയറ് വിശന്നിരിക്കാൻ പാടില്ല, ഒരു സമയം പോലും വിശക്കാൻ പാടില്ല എന്നുള്ള ആരെയും ഉപ്പാക്കറിയാം. അതിനുവേണ്ടിയാണ് ഉപ്പ ഈ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നത് തന്നെ. പക്ഷെ നമ്മള് അറിയാതെ പോകുന്ന ഒരാളാണ്